ഞാനൊരു തെറ്റും ഇവരോട് ചെയ്തിട്ടില്ല ഇതുവരെയും. അയ്യോ പടച്ച തമ്പുരാനെ, തെറ്റുകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് കാണുന്നവർക്കെല്ലാം നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇനി 100% സത്യാണ്. ആ ടൈം എനിക്ക് മനസ്സിലായതാണ്, ദിസ് ബിഷപ്പ് ഇസ് നോട്ട് ഹോളി, യു ആർ നോട്ട് ഹോളി. പോലും ആ ഉടപ്പനെ കണ്ടതിന് വേണ്ടിയിട്ട് മാത്രമേ എടുത്തോണ്ട് പോകും. വീഡിയോ എടുക്കാനും പബ്ലിഷ് ചെയ്യാനും എന്നെ അവഹേളിക്കുന്നവര് പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ. രേണുവിന്റെ രണ്ടാമത്തെ കീമോയെ തുടർന്ന് ഒരുവിധ പ്രമുഖ നിരയിൽ നിന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിലും ശരി, അല്ലാത്തവരാണെങ്കിലും ശരി, വീഡിയോ ചെയ്യുന്നവരെല്ലാം ഈ ഒരു ടോപ്പിക്ക് വ്യക്തമായിട്ട് തന്നെ അവസാനിപ്പിച്ച, ഇനി ഒരു സാധനം വേണ്ട, ഇതിനകത്ത് ഇനി എടുക്കണ്ട, കൈ കടത്തണ്ട എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ ഈ സാധനം അവസാനിപ്പിച്ച. എന്നാലും അവിടെ ഇവിടെയൊക്കെ എന്തോ ഒരു പൂർവ്വ വൈരാഗ്യം എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു രേണുവിന്റെ ഒരു കോണ്ടന്റ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവരുമ്പം അതിനകത്ത് രേണു അറിഞ്ഞോ അറിയാതോ ഇടപെടാത്ത കാര്യമാണെങ്കിലും യവന്മാരെല്ലാം കൂടെ സംസാരിച്ച് ക്ലോസ് ചെയ്ത് അവസാനം വന്ന് ഏത് പേരിലായിരിക്കും ഇരിക്കുന്നത്? അത് രേണു സുധീർ തന്നെ ആയിരിക്കും വന്നിരിക്കുന്നത്. അത് തന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തന്തയില്ലായ്മയ്ക്ക് ഏറ്റവും പ്രമുഖ നിരയിൽ നിൽക്കുന്നത് ബാദർ. മനസ്സിലായില്ല ആരാണ് ബാദർ എന്നുള്ളത്? ആ ബാദറാണ് ഈ തന്തയില്ലായ്മയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ട് വീണ്ടും കുറെ മറ്റേ മക്കളുമായിട്ട് നടന്നുകൊണ്ട് ഈ ഒരു ക്യാമ്പയിനിങ് തന്നെ ഈ സോഷ്യൽ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇന്ന് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. ഞാൻ രേണു സുധിയുടെ സ്റ്റോറി ഒന്ന് കയറി നോക്കി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആക്റ്റീവ് അല്ലായിരുന്ന ഒരു പ്രൊഫൈലായിരുന്നു. അതിനകത്ത് ഞാൻ സ്റ്റോറി കയറി നോക്കിയപ്പോൾ സ്റ്റോറി ഇട്ടേക്കുന്നു. എൻ്റെ ഉള്ളിൽ പുകയുന്ന അഗ്നിപർവ്വതം പൊട്ടിപ്പുറപ്പെട്ടാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം എന്നൊരു സാധനം. അപ്പം ഈ മെഡിക്കൽ കണ്ടീഷനെ ഏറ്റവും കൂടുതൽ മാനിക്കുന്നത് ആരാണ്? ഇവരുടെ കൂടെ നിൽക്കുന്നത്, ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാരുമാണല്ലോ. രേണുവിന് ഇത്രയും ബുദ്ധിമുട്ടാണ്, ഡേ ബൈ ഡേ വെയിറ്റ് ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അവരെ കുറ്റം പറയുന്ന ആൾക്കാർ വീഡിയോ ചെയ്യുന്ന നിർത്തും, നിങ്ങളൊക്കെ എന്ത് കണ്ടിട്ടാണ് കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നന്മമരം കളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഈ ബാദറാണെങ്കിലും ശരി, എല്ലാ മക്കളും സംസാരിച്ചോളെ. നിനക്കൊക്കെ രേണുവിൻ്റെ അവസ്ഥ എന്താണെന്നും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്നും വ്യക്തമായിട്ട് അറിയാം. വീണ്ടും ഏതോ ഒരു പഴയ കാര്യം, അതായത് ഈ കാര്യമെന്ന് പറയുന്നത് കിച്ചുവിനും അറിയാം, അതായത് രേണുവിനും അറിയാമെന്ന് പറഞ്ഞു. ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ അറിയാവുന്ന ഒരു കാര്യം, അവർ രണ്ടുപേരും ഇപ്പോഴും ഒരു കോൺട്രവേഴ്സിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു ടോപ്പിക്കിനെ എടുത്തു വെച്ചോണ്ട് അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് മറ്റേ രീതി നടക്കും, അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അത് മറ്റേ രീതി നടക്കും എന്ന് പറയുന്ന കുറെ കോണച്ചവന്മാർ ചാനലിനകത്തും കയറി വന്നിരുന്ന് എന്തിനാ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീയൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്തത് പറയുന്നെങ്കിൽ ദേവി എന്താ വേണം, ആ സാമാനം ആദ്യം നിർത്തേണ്ടത് നീയൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ കുറ്റം പറഞ്ഞ് വ്ളോഗ് ചെയ്തവരോ അല്ലെങ്കിൽ രേണു ചെയ്ത ശരിതെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ച് വ്ളോഗ് ചെയ്തവരോ ഈ പരിപാടിയൊക്കെ നിർത്തി. ഇപ്പം ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അവന്മാരാ. അപ്പം രേണു സുധി, നിങ്ങൾ വ്യക്തമായിട്ട് നോക്കണം, നിങ്ങളെ വെച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നതേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ല, നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളെ വെച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ രേണു വിട്ടാൽ വേറെ കോണ്ടന്റ് ഇല്ല, കഴിഞ്ഞ് അവസാനിച്ച്. ആ പള്ളിയിലച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ പൈസ കൊടുത്താണ്ട് മേടിച്ചാന്ന് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേസ്റ്റ് എന്ന് തോന്നുന്ന സമയം ആ മനുഷ്യനുമായിട്ട് ചാറ്റ് ചെയ്തതും ആ മനുഷ്യനുമായിട്ട് സംസാരിച്ചതുമാണ് സത്യം. ഇതുപോലൊരു ഇഡിയറ്റ് ഫെലോ ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ടും പറയുക. ഈ ഒരു എന്ത് നിയമമല്ല, എന്ത് പറഞ്ഞ് കയ്യിൽ നിന്ന് പോയി. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് ഇപ്പം 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്, ഇത് തിങ്കളാഴ്ചയാണ്. നിങ്ങൾക്ക് എല്ലാ ഹൈപ്പ് ഉണ്ട്, മര്യാദയ്ക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഹൈപ്പ് കൊടുക്കണം. ഞാനൊരു സ്ക്രീൻഷോട്ടും കുറച്ച് ലൈവിനകത്തുള്ള സ്ക്രീൻഷോട്ടും കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഈ അച്ഛൻ ഈ ബാദറിന് വേറെ പണിയില്ലേടേ? നിങ്ങൾ ദൈവത്തിൻ്റെ പുറകെ നടക്കുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പണിയില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഇതൊക്കെ ക്രാഷ് കോഴ്സ് വഴി എങ്ങാണ്ട് മേടിച്ചിട്ടുള്ള പട്ടങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് എടുത്തു വെച്ച് വീണ്ടും സോഷ്യൽ മീഡിയ കിടന്ന് അടിക്കുകയും ഇൻഫ്ലുവൻസേഴ്സിനെ ക്യാൻവാസ് ചെയ്തിട്ട് ഇവർക്ക് പറയാനുള്ളത് അവർക്ക് വരി ഏൽപ്പിച്ച് പറയുകയും അതിനുശേഷം ക്യാമറ വരുമ്പോഴത്തേന് അവരുടെ മുന്നിലേക്ക് പോയി നിന്നിട്ട് പുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ലിപ്സ്റ്റിക്കും വാരി തേച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ചെയ്യാനായിട്ട് കഴിയുന്നു ബാദർ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മര്യാദ ഏറ്റവും കൂടുതൽ കാണിക്കേണ്ട ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ആ മര്യാദ ഒട്ടും അർഹിക്കാത്തൊരു വ്യക്തിയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ടും വായ്ചാദ്യം കൊണ്ടും തെളിയിച്ച് തന്നു. ആ ഒരു ഉള്ള വിലയുണ്ടല്ലോ, നേരത്തെ ഒരു പുല്ല് വില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വെറും പട്ടി വില പോലും തരാനായിട്ട് കൽപ്പിക്കുന്നില്ല. അത്രേ ഉള്ളൂ എനിക്ക് അവസരത്തിൽ പറയാനായിട്ട്. ഈ റൂഹി ജാൻ എന്തുവാണ് ആഭിചാര കർമ്മ പ്രേതോ ഭൂതോ പിശാചോ എന്നൊക്കെ പറയുന്നവരെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തി,
ഈ പുള്ളിയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടേ, സീരിയസ്ലി ഉണ്ട്. ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കാണിക്കാം. അതിനുശേഷം ഈ ലൈവിനകത്ത് വന്നിട്ടേ ഒരു പണിയില്ലാതെ ചാറ്റ് ചെയ്യുന്നത്, ആ ചാറ്റ് എന്തോന്ന് ഞങ്ങൾക്ക് കാണിക്കാം. എനിക്ക് ആ ചാറ്റും കൂടെ എനിക്ക് ഒരാൾ പേഴ്സണലായിട്ട് അയച്ചു തന്ന്, ഇത് അയച്ചു തന്നപ്പോഴേ മനസ്സിലായത് ഇവനൊക്കെ ഇതിനു വേണ്ടി ജീവിക്കുവാണോ എന്ന്, ഇതിനു വേണ്ടി മാത്രം. ഈ രേണുസുതി എന്ന് പറഞ്ഞ ഒരാളെ വീണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടുവന്നിട്ട് വലിച്ച് കീറാനായിട്ട് നിൽക്കുന്ന ഇവന്മാരുടെ ഒരു ക്യാമ്പയിനിങ്ങാ. എന്നിട്ട് ചെയ്യുന്ന ആരാന്ന് പറയും ബാക്കിയുള്ള യൂട്യൂബേഴ്സ്. ഇപ്പം ഞാൻ ഈ പറയുന്ന അവർ പറയുന്ന ഒപ്പീനിയനെതിരെ സംസാരിച്ചിട്ടുള്ളതാ, ഇപ്പം അതിൽ സംസാരിച്ചിട്ടുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ മനു ആണെങ്കിലും ശരി, ദേവാണെങ്കിലും ശരി, അപ്പം അവരുടെയൊക്കെ പേരിലേക്ക് ഈ സാമാനം കൊണ്ടിടുന്ന ആരാന്ന് പറയൂ, ഇതേപോലുള്ള തന്തയില്ലാത്തവന്മാരാ. അങ്ങനെ തന്നെ പറയൂ. പിന്നെ അല്ല എന്താ പറയാനാ ഇവനെയൊക്കെ. Why you're talking like a normal human being? Huh? You don't deserve that anymore. Beginning when you was talking towards Renu, our time ninki manasilayadana. This bishop is not holy. You are not holy. Enda vicharichadu ellavarum fatherum bishop ഒക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു. ഇതൊക്കെയാണോ വിചാരിക്കുന്നത്? എല്ലാവരും ഹോളി ആണെന്നോ? ഇയാള് ഹോളിയല്ല, ഇയാള് തക്കാളി. ഒരു മനുഷ്യനെ പള്ളിയുണ്ടോടെ? പള്ളിയും പട്ടക്കാരൊക്കെ ഉണ്ടോ? നിങ്ങൾക്ക് അവിടെ പണിയൊന്നുമില്ലേ? കുംഭസാരം ഉണ്ടോ? അല്ലെങ്കിൽ ദീപാരാൻ അമ്പലത്തിലാണല്ലോ, അതിനെന്ത് പറയും, നിങ്ങൾക്ക് ഒരു ഇത് കാണുമല്ലോ, ആ സാധനം ഉണ്ടോ? പ്രാർത്ഥന ഞായറാഴ്ചയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇത് 24 മണിക്കൂറും രേണുവായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റിന്റെ വീഡിയോയുടെ അടിയിൽ കാണാൻ കമന്റ് ബോക്സിനകത്ത്. അവരാരെങ്കിലും ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കാണാമായിരിക്കും. അയ്യോ. No way, man. No. Huh? And you are not, especially you, Bishop, you are not holy. Okay? ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് from here to next, you see how you're moving forward your life. Very soon ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. Okay? Be ready for that. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ട. ഞാൻ ഇതിനെ തുടർന്ന് 2-3 സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതായത് രേണുസുതിയും ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തിന് മുകളിലായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാതെ ഇപ്പം വന്നിട്ടുള്ള യൂട്യൂബേഴ്സ്, അതായത് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ രേണുസുതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അനീഷ് വ്ളോഗ്സ്, ഓക്കെ, അനീഷ് വ്ളോഗ്സ് മുമ്പ് മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അത് നമുക്ക് നല്ലോണം അറിയാവുന്നതാണ്. മേ ബി അനീഷിന് ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കാം. പിന്നെ സോഴ്സ് ഉണ്ടല്ലോ അനീഷിന് അറിയാനായിട്ട്. പക്ഷെ അല്ലാതെ വേറെ 2 പേര് അവരുടെ ഒരു ലൈവിനകത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കിന് ഇതിനകത്ത് ഇവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെ പുതിയതായിട്ട് വന്ന യൂട്യൂബേഴ്സിന് അറിയാനായിട്ട് സാധിക്കുന്നത്? അത് ആര് പറഞ്ഞു കൊടുക്കുന്നത്? വിശുദ്ധ പുരുഷോത്തമൻ എന്നൊക്കെ പറഞ്ഞ് ചമഞ്ഞ് നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ കപട മുഖമാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. ആ ലൈവ് കൃത്യമായിട്ട് പോയി പിക്ക് ചെയ്ത് എടുത്തു വെച്ച് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പോയി പറയണമെന്നുണ്ടെങ്കിലേ താൻ കൊടുത്ത സ്ക്രിപ്റ്റ് ആണോ? തന്നെ എനിക്ക് നല്ലോണം അറിയാം. താൻ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാ. ലിപ്സ്റ്റിക്കും തേച്ച് മേക്കപ്പും ഇട്ട് വന്ന് നിന്ന് കാണിക്കുന്ന അപരാധങ്ങളൊക്കെ ഉണ്ടല്ലോ. അപരാധങ്ങളൊക്കെ എത്താം. രേണുവിന് പറയാനുള്ള ഒരു കാര്യം ഞാൻ കേൾപ്പിക്കാം. കാരണം ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രേണുവിന് ഈ പറയുന്ന കാര്യം മനസ്സിലാക്കേണ്ട നമ്മളല്ല. രേണുവിൻ്റെ ചുറ്റിപ്പറ്റിയ ആൾക്കാർ, സജീനയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സജീന വീഡിയോ ഇട്ടുള്ള കമൻറ്റ് ചെയ്യുന്നതിനെ കണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിലായിട്ട് കമ്പനി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വെറും മലം വേസ്റ്റുകൾ അങ്ങ് ഒഴിവാക്ക്. ഇപ്പോൾ കുറച്ച് പേര് നല്ല രീതിയിൽ വരുന്നുണ്ട്. ദയവ് ചെയ്ത് ഒഴിവാക്ക്. രേണു ഇതിനകത്ത് വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, എനിക്കൊരു യൂട്യൂബ് ചാനൽ, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ അതിനകത്ത് വീഡിയോ, എൻ്റെ വരുമാനം അത്രേ ഉള്ളൂ. അത് മതി, അതാണ് വേണ്ടത്. അത്രയും നമ്മളും പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ കിടന്നിട്ട് അടിക്കാനായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെന്റെ വരുമാന മാർഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പൊ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എന്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗം എനിക്കില്ല.
അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെപ്പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ, എന്നെ പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസർ ആയിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി അവരോട് കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ ശ്രമിക്കുക. രേണുസുതി ഇപ്പൊ പറഞ്ഞത് സത്യം, ഇപ്പൊ പറഞ്ഞത് ശരി. രേണുവിന് ഈ ഒരു അവസ്ഥയിലും വീണ്ടും വീഡിയോ ചെയ്യാൻ ഇടയുണ്ടായ സാഹചര്യം പല പല ടോപ്പിക്കുകൾ എടുത്ത് പൊക്കിയിട്ടതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇത് വേണ്ട, ഈ ഒരു ടോപ്പിക്ക് വേണ്ട, ഈ ഒരു സംസാരം വേണ്ട, അത് മാത്രമാണ്. രേണു ഇപ്പൊ പറഞ്ഞത് വ്യക്തമായിട്ടുള്ള കാര്യം. പഴയ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ പൊക്കി എടുത്തുകൊണ്ട് വന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ അതിനകത്തൊരു വീഡിയോ ഇടുന്ന കാണുക. അത് മാന്യത. ഐ അപ്രിഷിയേറ്റ് യു. അപ്പോൾ എന്താണെങ്കിലും ശരി. പക്ഷേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞങ്ങളെപ്പോലുള്ളവർ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്ത് നിൽക്കുന്നവർ അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് അനുസരിക്കുന്നത് രേണു പറഞ്ഞതുകൊണ്ടല്ല, അല്ലെ അങ്ങനെയൊന്നുമല്ല. രേണു പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. ഈ അവസ്ഥയെ നമ്മൾ മാനിക്കുന്നു, ഈ രോഗത്തെ മാനിക്കുന്നു, ഈ രോഗാവസ്ഥയിലിരിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ മാനിക്കുന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങളിത് മാന്യതയോടുകൂടി മാറ്റി. പക്ഷേ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, കപട മുഖം കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ കൂടെ ചിരിച്ച് കാണിച്ചല്ല നിങ്ങളുടെ അയൽവാസിയായിട്ട് നിൽക്കുന്നവനൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ അവസ്ഥയിലിരിക്കുന്ന രേണുസുതിയുടെ പേരും ടോപ്പിക്കും സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും വലിച്ചിഴയ്ക്കുന്നതിലൂടെ അവനൊക്കെ സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാക്കാനും ഫേമസ് ആവാനും അതിലൂടെ 4 പേര് അറിയാനും വേണ്ടിയിട്ട് കാണിക്കുന്ന വെറും തന്തയില്ലായ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. ഒന്നെങ്കിൽ രേണു നീ 10 പറയുന്നത് നിനക്ക് അത്രയ്ക്ക് മുട്ടിയിരിക്കുക പറയാനെന്നുണ്ടല്ലേ, അവനെക്കുറിച്ച് 10 പറഞ്ഞ് വിടുക, ഇനി ഇട്ട് തരിക. ബാക്കി ഞങ്ങളിങ്ങനെ എടുത്തോളാം കേട്ടോ, ബാക്കി ഇങ്ങനെ എടുത്തോളാം. കണ്ടിട്ട് ഞാൻ കുറേ സ്ക്രീൻഷോട്ട് ഞാൻ ഈ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളായിട്ട് അടച്ചു വെച്ചൊരു സാമാൻ ഇവനൊക്കെ കിടന്നുകൊണ്ട് അവൻ്റെയൊക്കെ ഓരോന്ന് ഞാൻ കാണിച്ചത്. ഇപ്പം അനീഷിനെ ഞാൻ പറഞ്ഞു, അനീഷ് ഓൾറെഡി ഈ ടോപ്പിക്കുമായിട്ട് നേരത്തെ അറിയാവുന്ന ഒരാളാണ്. അയാൾക്ക് പല കാര്യങ്ങളും മേ ബി അറിയാതിരിക്കാം. അവ ഒരു വ്ളോഗറാണ്. അപ്പോൾ അവർ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലൈവിൽ ചെയ്യാനും പോകാനും എടുക്കാനും സംസാരം എല്ലാം കാണുമായിരിക്കും. എടാ ഈ ഒരു വിശുദ്ധ പരമേശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവനൊന്നും വേറെ പണി ഈ നാട്ടിലില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പണിയില്ലടാ. അവൻ എന്തിനാണെന്ന് മനസ്സിലാത്തത്. അവനൊരു ആ ഫോൺ അങ്ങ് തല്ലിപ്പൊട്ടിച്ച് കളയാക്കി ചിലപ്പോൾ തീരാവുന്ന കാര്യമുള്ളൂ. നല്ല കാര്യമുണ്ട് അവനൊക്കെ. ആണ് അനീഷ് ഇട്ടിരിക്കുന്നത്. അത് ഒരു ലൈവിനകത്ത് എന്തുവരെ പേര് വന്നു, റസീന അങ്ങനെ കണ്ട അവരെ പേര് കേട്ടോ. അപ്പം ഇതിനകത്ത് ഇവരൊരു കൂട്ടായ്മയാണ്. ഇത് കോട്ടയം കടകമാണെന്ന് തോന്നുന്നു കേട്ടോ. രേണുസുതിയുടെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ ഇരിക്കുന്ന കോട്ടയം കടകത്തിലെ ഓരോ സ്ക്രീൻഷോട്ട് ലൈവിനകത്ത് വന്നുള്ള സ്ക്രീൻഷോട്ട് കാണിക്കാം. ഏതൊക്കെ ഇക്കാ പൊക്കാന്നൊക്കെ കടന്ന് വിളിക്കുന്നതൊക്കെ അന്വേഷിച്ചിരിക്കുന്ന കമന്റ്. ഇന്ന് കിച്ചുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവരൊന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ രേണുവിനെ സങ്കടത്തിൽ കൂടെയാണ് കഴിഞ്ഞു പോകുന്നത്. ആ സമയത്ത് അവൻ റീൽസ് ഇട്ട് കളിക്കുന്നു. അതായത് ഇട്ടിട്ട് കൊടുക്കുക ഓരോ സാധനങ്ങൾ. എടാ ഒരിടത്ത് നീയൊക്കെ ഇത്ര ബോധമുള്ളവനാണെങ്കിൽ ഒരിടത്ത് കിച്ചുവിനെ ഹേറ്റ് പറയുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് രേണുവിനെ ഹേറ്റ് പറയാൻ ആൾ വരും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഈ ടോപ്പിക്ക് വലിച്ചടിക്കുക. അതിൻ്റെ തൊട്ട് താഴെ നോബൽ ഫെയിം ഇട്ടേക്കുന്ന കമന്റ്. എൻ്റെ എന്തുവാ ആണ് സത്യം കണ്ടു കുട്ട, അച്ഛനെ കുട്ട അതിനടുത്ത് വാക്ക് ദുഷ്ണു. ഇവനൊക്കെ ആരാന്ന് പോലും അറിയത്തില്ല. ഡബിൾ എന്ന് അതിൻ്റെ താഴെ ഇതേ മഹത് വ്യക്തി തന്നെ ഇട്ടിരിക്കുന്ന കണ്ടില്ലേ. അത് ശരിയാണ് ഇക്ക, നല്ല ഇക്ക, എൻ്റെ പൊന്നളിയാ. ഇയാൾ പറഞ്ഞില്ലേ, ഇയാൾ അച്ഛനും കൊച്ചച്ഛനൊന്നും അല്ല. എനിക്കറിയത്തില്ല. അടുത്താണ് ഞാനൊരു തെറ്റും ഇവരോട് ചെയ്തിട്ടില്ല ഇതുവരെയും. അയ്യോ പടച്ച തമ്പുരാനെ, തെറ്റുകളൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെന്ന് കാണുന്നവർക്കെല്ലാം നല്ല രീതിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇനിയിപ്പം അത് വേണ്ട കേട്ടോ. തെറ്റുകളൊന്നും ചെയ്യാത്ത ആളാണെന്നുള്ളത് ആ ഒരു പറച്ചിൽ വേണ്ട. അതാ ഏറ്റവും നല്ലത്. അനീഷിട്ടിരിക്കുന്നത് എന്നോട് ബിഷപ്പ് പറയുന്നതിനായിട്ടുള്ള വോയിസ് പുറത്തു വിട്ടതും ആ തള്ളയാണ്. അത് വേറെ യൂണിവേഴ്സിറ്റിയിലെ കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ യൂണിവേഴ്സിറ്റി കളിക്കുമ്പോഴത്തേന് അടുത്ത അവൻ അനീഷ് ഇട്ടേക്കുന്നു. ഇപ്പം ബിഷപ്പിനെ നാറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എനിക്കറിയാം. അതിന് എന്നെയും പിടിച്ചിട്ടത് അതുകൊണ്ടാണ്. അത് മേ ബി ഇവർ തമ്മിൽ കോണ്ടാക്ട് ഉള്ളത് കൊണ്ടാണ്. ബിഷപ്പ് അടുത്തതാണ്ട് വിശുദ്ധൻ. സിമ്പിൾ എന്ന് കണ്ടല്ലേടാ പറയുന്നത്. സിമ്പിൾ. ഞാനും അനീഷും ഇപ്പോൾ മോശം ആൾക്കാരായിപ്പോയി. അയ്യോ സ്വന്തമായിട്ട് മോശമാവാൻ വയ്യ, കൂടെ ഒരുത്തിനെ കൂടെ പിടിച്ചിട്ട് മോശമാവണമെന്ന്. ഒരു സഭയുടെ കുറച്ചധികം ആരാധകരൊക്കെ കാണുമായിരിക്കില്ലേ അവിടെ നിൽക്കുന്ന സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സിമ്പിള്. ആ സിമ്പിള് വന്ന് സോഷ്യൽ മീഡിയ വന്നു കിടന്നിങ്ങനെ അങ്ങ് അടിക്കുക.
ഒരു കാര്യമില്ല. അതുകൊണ്ട് വളരെ ക്ഷീണാവസ്ഥയിലാണ് രേണു സിസ്റ്റർ. അയ്യോ, എണീച്ച് പോടേ പോ. ക്രിഞ്ചല്ലേ ഇതൊക്കെ? നിങ്ങൾ സംസാരിച്ച രീതിയും പ്രകടനം വെച്ച് എനിക്കിത് ക്രിഞ്ചായിട്ട് തോന്നുന്നുണ്ട്. എന്നോടൊരു തവണ ഫോണിൽ സംസാരിച്ചു, രേണു സിസ്റ്ററിനെതിരെ നിങ്ങൾ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടോ? കാണത്തില്ല, ഇല്ല, എനിക്ക് മാത്രം അറിയാമെന്നില്ലേ രേണു സിസ്റ്റർ എന്ന്. രേണു, ഞാൻ ഒരു കാര്യം പറയാം, നീ വിശ്വസിക്കല്ല്. കപടത മാത്രമേ ഉള്ളൂ. ഇപ്പം റീച്ച് അവിടെയാണെന്നും ഇപ്പം കാറ്റ് അവിടെയാണെന്നും അവിടെ ഇട്ടപ്പോൾ കുത്തിക്കഴിഞ്ഞാൽ തിരിച്ചു കുത്ത് നല്ലോണം കിട്ടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ആ മരം ഇപ്പം അയൽവക്കത്തെ വീട്ടിലോട്ട് ചരിഞ്ഞ് നിൽക്കുക. നീ ഇത് വ്യക്തമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ആ ചരിഞ്ഞ് നിൽക്കുന്ന കൊമ്പങ്ങ് വെട്ടി മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് വെട്ടുമ്പോൾ എന്തായിട്ടെന്ന് പറയും, ഈ മരം ഇങ്ങനെ ഒറ്റയടി തിരിച്ചങ്ങ് അടിക്കും. ആ അടിക്കണ്ടല്ലോ, എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി വിടും നാട്ടുകാർ. സീരിയസ്ലി, രേണു എഴുന്നേറ്റ് വരുമ്പോഴത്തേന് വരുമല്ലോ, എന്തായാലും വന്നുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. കണ്ടിട്ട് ഈ കൂട്ടി നിന്നു എന്നൊക്കെ പറയുന്നവരൊക്കെ എല്ലാം മാറി നിന്നിട്ട് നീ എല്ലാവരും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ഞങ്ങളുടെ വീഡിയോ കാണുന്ന പോലെ തന്നെ എല്ലാവരും അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരെല്ലാം ചെയ്തു വെച്ചിട്ടുള്ള കഴപ്പത്തരം എന്തൊക്കെയാണെന്നുള്ളത് ദൂരെ നിന്ന് വീക്ഷിക്കുക കേട്ടോ. വീക്ഷിച്ചാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തതാണ് അറസ്റ്റ് ഉടൻ ഉണ്ടാവും. എനിക്കറിയാൻ വയ്യ എന്തൊക്കെയാണ്. ഫുള്ളിടാ 2 മണിക്കൂറൊക്കെ ഉള്ള ലൈവിനകത്ത് തച്ചിനങ്ങ് ഇരിക്കുക. തച്ചിനിരുന്ന് ഒന്ന് കമന്റ് ഇട്ടോണ്ടിട്ട് ഇയാൾക്ക് പറഞ്ഞ് പണിയൊന്നുമില്ലെന്ന് തോന്നാട്ടെ. സത്യക്കാ, 100% സത്യാണ്. അക്കയുടെ കുക്ക ബ്ലഡി ഫുൾ. ഞാൻ കേസ് കൊടുക്കും, ഉടൻ നടപടി ഉണ്ടാകുമെന്ന്. എനിക്കറിയാൻ വയ്യടാ, നീ ഇതൊക്കെ നോക്കേ. നമുക്ക് ബിഷപ്പിന്റെ കമന്റ് മാത്രം മതി, വേറെ ആരുടെയും വേണ്ട. സത്യമാണ് കുട്ട, എനിക്കറിയാൻ വയ്യ. നാട് മൊത്തവും നീങ്ങി ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കമന്റ് ഇട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന രേണു സുധയെ ചർച്ചയായിട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു പ്രധാന ഉദ്ദേശത്തോടും സ്വന്തമായിട്ട് റീച്ച് ഉണ്ടാകുന്ന ഉദ്ദേശത്തോടു കൂടിയും ഒരു ക്യാമ്പയിന് ഒരു കൂട്ടം ആൾക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഡ്രാമ നാടകമൊന്നുമല്ലേ, ഡ്രാമ. അതിൻ്റെ തിരക്കഥയും സംവിധാനം സംഭാഷണം എല്ലാം ഒരു മുതുപാഴ്. ആ പാഴിൻ്റെ കമൻറ്റാണ് നമ്മൾ പറഞ്ഞതിലായിട്ട് കണ്ടത്. കളഞ്ഞിട്ട് പോ. കണ്ട് കുരുപൊട്ടിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഇനി ഇതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ട് അവസരം ഉണ്ടാക്കരുത്, അത്രേ ഉള്ളൂ. രേണുവിൻ്റെ വീട്ടുകാർക്ക് ആവശ്യം രേണുവിനെ കുറിച്ച് ഹേറ്റ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതായിരുന്നു. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി എന്തോന്നുള്ളത്. പക്ഷേ നീയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങേയറ്റം ഹേറ്റ്. രേണുവിൻ്റെ സഹോദരി ഇത് കാണുന്നുണ്ടെങ്കിൽ, സിസ്റ്റർ കാണുന്നുണ്ടെങ്കിൽ മുഖം അടച്ച് 2 പറ്റുമെങ്കിൽ തീർത്ത് വിട്ടേക്ക്. അത്രേ ഉള്ളൂ എനിക്ക് അവസരത്തിൽ പറയാം. അപ്പം ശരി.